ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ലാലേട്ടന്റെ ബറോസം കൃത്യം തിയേറ്ററുകളിൽ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ലാലേട്ടൻ സംവിധാനം ചെയ്ത് 3D ഫാന്റസി സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ 7ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കേരള വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിനു മുന്നേ ഒരിക്കൽ കൂടി 6 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 9,20,00,000 കേരളത്തിൽ 6 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 15 കോടിയിലധികം ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 17 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 16 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ 35 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്ന് 30 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 9,50,00,000 സിനിമയുടെ കേരള കളക്ഷൻ മാത്രം എത്തുന്നതാണ്. അപ്പോൾ കേരളത്തിൽ സിനിമ 10 കോടി ലക്ഷ്യമിട്ട് മുന്നേറുകയാണ്. 10 കോടി ഈ വീക്കെൻഡോടെ സിനിമ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. സിനിമയുടെ കേരള ഷെയർ 4 കോടിയിലേക്ക് എടുക്കുന്നു. ഇനി വേൾഡ് വൈഡ് എസ്റ്റിമേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തോടെ 15,50,00,000 പരം വേൾഡ് വൈഡ് ഗ്രോസേ 6 ദിവസങ്ങൾ കൊണ്ട് ബറോസ് കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടന്റെ ബറോസ് എന്ന സിനിമ തിയേറ്ററുകളിലെ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയല്ല. എന്നിട്ടും ഈ 2024 വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പല നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമകളെക്കാൾ ഇരട്ടിക്ക് മുകളിൽ കളക്ഷൻ എല്ലാം തന്നെ ബറോസിനുണ്ട്. കാത്തിരിക്കൂ കൂടുതൽ ബറോസ് കളക്ഷനായിട്ട്.